അപ്പൊ അങ്ങനെ ഇപ്പോ ഞാൻ കൊടുത്ത സ്ഥലത്ത് ഒരു അപ്സ്റ്റെയർ പോലെ ഒരു 10 വീട് കൂടുതൽ കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളിപ്പോ ഒരു 30-35 വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ബാക്കി അപ്പോഴത്തേക്ക് ഓഫറുകൾ വരുന്നുണ്ട്. പലയിടത്തും ആൾക്കാരൊക്കെ അതിനെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ കയ്യിൽ കാശ് വെച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല. അപ്പോ ഈ സ്ഥലത്ത് ഈ സ്മൃതിബന്ധത്തെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ എന്താണെന്നൊരു ചിന്താഗതി ഈ ഇവിടുത്തെ സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ സ്ഥലം ഒന്ന് കണ്ടിട്ട്, സുരേന്ദ്രൻ അറിയാവുന്ന സ്ഥലമാണത്. അപ്പൊ ആ സ്ഥലം ഒന്ന് കണ്ടിട്ട് ഏകദേശം എത്ര സ്ഥലം വേണമെന്നൊക്കെ പറയാമെങ്കിൽ ഞാൻ അതിനെ കുറിച്ചൊരു ആലോചന ചെയ്യാം. ചെയ്യാവുന്നല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇവിടെ ബാംഗ്ലൂരില്, കർണാടകയില് ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ സോഷ്യൽ രംഗത്തുണ്ടായിരുന്ന ഒരു കവിയായിരുന്നു കൈവാരത്താത്തൻ. അപ്പോ ഇവരുടെ രണ്ടുപേരുടെ ശ്രീ ഗുരുദേവന്റെയും ഇവരുടെ രണ്ടുപേരുടെ പ്രതിമ വെച്ചുകൊണ്ടൊരു ചെറിയ അമ്പലം പോലോ എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ കുറച്ചു കാലം കൊണ്ടുണ്ട്. അപ്പം ഇന്ന് ഞാനിവിടെ വരാനിരുന്നതല്ല. എന്നെ 2 പ്രാവശ്യം അദ്ദേഹം വിളിച്ചു. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്നാ സുരേന്ദ്രൻ തന്നെ അടുത്ത നാട്ടുകാരനൊക്കെ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞില്ല കൊണ്ടാണ്. അതില് പരാതിയൊന്നുമില്ല. അപ്പോ ഈ സാഹിത്യത്തെ എനിക്ക് ഇഷ്ടമാണെന്ന് തന്നെ അറിയാം. കവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ ഞാൻ കൂടുതൽ ബഹുമാനിക്കുകയും പലർക്കും ഞാനത് പറയുകയും ചെയ്യാറുണ്ട്. സുരേന്ദ്രൻ നല്ലൊരു കവിയാണ്. അദ്ദേഹത്തിന്റെ കവിതകൾ നമ്മൾ ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് മറ്റുള്ളിടത്ത് ഒരുപക്ഷെ കേരളത്തിലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ അദ്ദേഹം അറിയപ്പെടുമായിരുന്നു. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാനീ പറഞ്ഞുകൊണ്ട് വന്നത്, എനിക്കിങ്ങനെ ചെറിയ ആഗ്രഹമുണ്ട്. ഇവിടുത്തെ നേതാക്കന്മാര് വന്ന് സ്ഥലം നോക്കിയിട്ട് അതില് അത് പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ സഹായം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ. വേറെ എല്ലാവരും പറഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ ഇങ്ങനൊരു സദസ് ഇവിടെ നടത്തിയതിന് ഇതിന്റെ നേതാക്കന്മാരെ എങ്ങനെ അഭിനന്ദിക്കാനും എനിക്കറിയാം. ഈ ആ സമയത്ത് തന്നെ ഇതിനുള്ള ഒരു നടപടി സ്വീകരിച്ചു. അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ